ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അൽബേനിയയിലെ സ്കോദ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സ്കോദ്ര കാസിൽ കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്ക് സ്കോദ്ര കാസിലിൻ്റെ വീഡിയോസിലേക്ക് പോകാം. വെൽക്കം ടു അവർ ചാനൽ അവർ ഡ്രീംസ് ആൻഡ് ഡയറീസ്. നമ്മൾ ഇന്നലെ രാത്രി നിന്ന ടൗണിൻ്റെ പേര് അൽബേനിയയിലെ സ്കോദ്ര എന്ന് പറയുന്ന ടൗണിലാണ്. അവിടുന്ന് നമ്മൾ ഒരു 10 മിനിറ്റ് യാത്ര ചെയ്ത് പോകുന്ന സ്ഥലമാണ്. നമ്മളിവിടുത്തെ ഒരു ക്യാസിൽ കാണാൻ വന്നിട്ടുണ്ട്. എന്താണ് ചേട്ടാ എൻ്റെ ക്യാസിലിൻ്റെ പേര്? ഒന്നുകൂടി. റോസാഫ. വളരെ ഈസി അല്ല പറയാൻ. ക്യാസിൽ കാണാൻ വേണ്ടി രാവിലെ വന്നതാണ്. ഇവിടെ കണ്ടോ, ഫുള്ള് കോടയാണ്. എല്ലാ സൈഡിലും കോടയാണ്. ഇവിടേക്ക് നല്ല ആഴത്തിലാണ് റോഡുകളും ടൗണുകളും ഉള്ളത്. പക്ഷെ നമുക്കത് കോട കാരണം നമുക്ക് കാണാൻ പറ്റുന്നില്ല. കണ്ടോ, വിൻ്ററിൽ നമ്മുടെ മാതളനാരങ്ങയാണ് കിടക്കുന്നത്. എല്ലാം വിൻ്റർ ആയതുകൊണ്ട് പോയി. ക്യാസിൽ കാണാൻ നല്ല ലുക്കുണ്ട്. പക്ഷെ കോട കാരണം നമുക്കൊന്നും മനസ്സിലാവുന്നില്ല വീഡിയോയിൽ. നല്ല ഉയരത്തിലുള്ളൊരു മല. ആ മലയിൽ കരിങ്കല്ലുകളൊക്കെ വെച്ച് പണിതിരിക്കുന്ന ഒരു ക്യാസിൽ കയറി നോക്കാം എന്താണെന്ന്. നമ്മൾ ക്യാസിലിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ എത്തി. ഈ ക്യാസിലിൻ്റെ എൻട്രൻസ് കണ്ടോ, നല്ല എന്താ പറയുക, തുരങ്കത്തിലേക്കൊക്കെ പോകുന്ന പോലത്തെ ഒരു എൻട്രൻസ്. ഈ കാസിലിൻ്റെ എൻട്രൻസിലേക്ക് കയറുമ്പോൾ ഇത് കണ്ടോ, ഇവിടെ ഒരു റൂം പോലെ, ഇവിടെ റൂം പോലെ ഉണ്ട്. രണ്ട് സൈഡിലും ചെറുത്, ഒരു സൈഡിൽ ചെറിയ റൂമുകളും ഒരു സൈഡിൽ വലിയ റൂമുകളും. അത് സോൾജേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ചെറുതിൽ സോൾജേഴ്സും വലുതിൽ ഹോഴ്സിന് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതായിരുന്നു. ഈ കാസലിൻ്റെ നിർമ്മാണ സമയത്ത് ഇത് എന്നും പണിയുമ്പോൾ പൊളിഞ്ഞു പോയിക്കൊണ്ടിരിക്കുമായിരുന്നേ. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവർ ഈ കബഡിയൊക്കെ നിർത്തി നോക്കണ പോലെ ജ്യോതിഷൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതിനകത്തൊരു ജീവനോടെ ഒരാളെ അടയ്ക്കാനാണ് പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ ഭിത്തിയിൽ അവർ ജീവനോടെ ഒരാളെ അടക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു ബലി കൊടുത്തെന്ന് പറഞ്ഞില്ല. അത് റൊഫാസ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ബലി കൊടുത്തത്. 3 ശില്പികൾ കൂടിയാണ് ഇത് പണിതുകൊണ്ടിരുന്നത്. അപ്പം പിറ്റേ ദിവസം ആദ്യം ആര് ഫുഡ് കൊണ്ട് വരുന്നു അയാളെ ബലി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ചേട്ടന്മാരായ 2 ശില്പികൾ ഭാര്യമാരോട് വരരുതെന്ന് പറഞ്ഞു. ഇളയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അയാൾ വന്നു കഴിഞ്ഞപ്പം അയാളുടെ ഭാര്യ ഫുഡ് കൊണ്ട് വന്നപ്പോൾ അവരെ ബലി കൊടുക്കുകയാണ് ചെയ്തത്. അവർക്കൊരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടീനെ തൊടാൻ വേണ്ടിയിട്ട് 2 കൈയും പുറത്തിടണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അത് ചെയ്തിരുന്നത്. ഇത് 2 കൈ പുറത്തിട്ടിട്ടാണ് അവരെ ഇതിനകത്ത് അടക്കിയെന്നാണ് നമ്മളോട് ഗൈഡ് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. അങ്ങനെയാണ് റൊഫാസ കാസിലിന് പേര് വന്നത്. സെയിം ഒരു കഥ നമുക്കും ഉണ്ട് അല്ലേ. കോടമഞ്ഞിൻ്റെ ഒരു കരിങ്കല്ലിൻ്റെ കോട്ട ഇങ്ങനെ നനഞ്ഞു നിൽക്കുന്നു. എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട്. ഇപ്പോൾ നമ്മൾ നടന്നു എത്തിയിരിക്കുന്നത് ഈ കോട്ടയുടെ സെക്കൻഡ് യാർഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അതായത് ഇതിൻ്റെ ഫസ്റ്റ് യാർഡിലാണ് നമ്മൾ പട്ടാളക്കാരും കുതിരകളെയൊക്കെ പാർപ്പിച്ചിരുന്ന് കണ്ടത്. സെക്കൻഡ് യാർഡിൽ വരുമ്പോഴത്തേക്കും കോമൺ പീപ്പിൾസാണ്, സാധാരണക്കാർ താമസിച്ചിരുന്ന ഒരു ഭാഗമാണ് ഇത്. വെള്ളം കുടിക്കാനാ? ഓക്കെ. ഈ സെക്കൻഡ് യാർഡിൽ 12 കിണറുണ്ട് മറ്റേ ജലസേചനത്തിന് വേണ്ടിയിട്ട്. നമുക്ക് കോട ഭാഗികമായി മറിച്ചിരിക്കുന്ന കോട്ട എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട്. അന്ന് ഇവിടെ സാധാരണക്കാർക്ക് വേണ്ടി നിർമ്മിച്ച 12 കിണറിലൊന്നാണിത്. അതിപ്പോഴും അതിൽ നിന്ന് വെള്ളം എടുക്കുന്നുണ്ട്. രാവിലെ തന്നെ വിസിറ്റേഴ്സൊക്കെ വന്നിട്ടുണ്ട്. രാവിലെ അല്ല, ഇപ്പോൾ സമയം 10:30 ആയിട്ടുണ്ട്. വിസിറ്റേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ഇത് ആ കാസലിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ചർച്ചാണ്. ഭാഗികമായിട്ടത് നശിച്ചു പോയിട്ടുണ്ട്. ഓട്ടോമാൻ എംപയറിൻ്റെ കാലത്ത് നശിപ്പിക്കപ്പെട്ടാണ്. എന്നിട്ട് ഇവർ മിനാരൊക്കെ വെച്ചിട്ട് ഇതൊരു മോസ്കാക്കി മാറ്റിയായിരുന്നു. ഇത് പ്രസനാണ്. ഇവിടെ അന്ന് ആ കാലത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ജയിലാണ് ഈ കാണുന്നത്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് 3rd യാർഡിലേക്കുള്ള എൻട്രൻസ് ആണ്. ഇതാണ് നേരത്തെ പറഞ്ഞ ഹൈ ക്ലാസ് ആളുകൾ താമസിച്ചുകൊണ്ടിരുന്ന ഒരു ഭാഗം.
ഈ ഒരു ഏരിയയിലാണ് റോയൽ ഫാമിലീസൊക്കെ താമസിച്ചുകൊണ്ടിരുന്നത്. റോയൽ ഫാമിലീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജകുടുംബമല്ല, കുറച്ചുകൂടി ക്യാഷുള്ള ആളുകൾ. ഇപ്പോൾ ഈ ഏരിയയിൽ ഒരു റെസ്റ്റോറൻ്റൊക്കെ നടത്തുന്നുണ്ട്. ഇതൊരു കിണറാട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള വ്യൂ ഉണ്ട്. വാവ്, അതിമനോഹരമായിരിക്കുന്നു എന്ന് പറയാനായിട്ട് നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. വെള്ള നിറത്തിലുള്ള നമ്മുടെ കോടമഞ്ഞ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. യൂഷ്വലി ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 റിവർ കാണാമായിരുന്നു എന്നാണ് ഗൈഡ് പറഞ്ഞത്. ഈ കാണുന്നത് ഈ കാസലിനകത്തുള്ള ഒരു തുരങ്കമാണ്. ഇത് 6 കിലോമീറ്റർ ദൂരത്തിലേക്ക് കിടക്കുന്നുണ്ട്. ആ തുരങ്കത്തിലൂടെ കറക്റ്റ് ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ റിവറിലേക്ക് എത്താൻ പറ്റും. ഇപ്പോൾ യുദ്ധവും മറ്റു കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ റോയൽ ഫാമിലി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സിറ്റാണ് ഈ കാണുന്നത്. ഇതിനുള്ളിൽ പല ഡയറക്ഷനുണ്ട്. കൃത്യമായിട്ട് ഡയറക്ഷനിൽ പോയാൽ മാത്രമേ റിവറിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇതിനകത്ത് ഒരുപാട് റൂംസും ഉണ്ട്. അതായത് ഇവർക്ക് ഒളിച്ചിരിക്കാൻ പറ്റിയ ഒരുപാട് റൂംസും ഉണ്ട്. അപ്പം അത് സീക്രട്ട് റൂമാണ്. നമുക്കതിനകത്ത് 1 മാസത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കായിരുന്നു. അതുകൊണ്ട് എല്ലാ കാസലിനും ഉള്ളിൽ വെച്ച് റോയൽ ഫാമിലി കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ കാസലിനകത്ത് അങ്ങനെ പറ്റത്തില്ല. കാരണം ഈ ഒരു പല ഡയറക്ഷനിലുള്ള ഈ തുരങ്കമുള്ളതുകൊണ്ട് റോയൽ ഫാമിലിക്ക് സുഖമായിട്ട് അതിനുള്ളിലൂടെ രക്ഷപ്പെട്ടു പോകാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് അൽബേനിയയിലെ ഏറ്റവും സെക്യൂറായ കാസൽ എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. 19-ാം നൂറ്റാണ്ടിന് ശേഷം ഇതിലേക്ക് ആർക്കും കയറി ആ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എർത്ത്ക്വേക്ക് വന്ന സമയത്ത് അതിൻ്റെ ഡയറക്ഷനിലൊക്കെ കുറേ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നോർത്ത് മെസഡോണിയ, അൽബേനിയ, 3ാമത്തെ രാജ്യം ഏതായിരുന്നു? 3ാമത്തത് കൊസോവ. അങ്ങനെ 3 രാജ്യങ്ങളിലെ നദികളാണ് ഇവിടെ ചേരുന്നത്. അപ്പോൾ നമുക്ക് ഈ തുരങ്കം വഴി പോവുകയാണെങ്കിൽ ഈ 3 രാജ്യത്തേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഭയങ്കരമായിട്ട് ഇവിടുന്ന് എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ട് രാജ്യം വിടണമെന്നുണ്ടെങ്കിൽ ഈ 3 രാജ്യത്തേക്കും ഈസി ആയിട്ട് പോകാൻ പറ്റും. ഇവിടുന്ന് റിവറിലേക്കും റിവറിൽ നിന്ന് നേരെ മറ്റേത് രാജ്യത്തിലേക്കും പോകാൻ പറ്റുമായിരുന്നു. അത്രയ്ക്ക് സെക്യൂർ ആയിട്ടായിരുന്നു ഈ കാസൽ ഉണ്ടാക്കിയിരുന്നത്. നേരത്തെ പറഞ്ഞ പോലെയല്ല, റോയൽ ഫാമിലി എന്ന് വെച്ചാൽ രാജാവ് അടക്കമുള്ളവർ താമസിച്ചുകൊണ്ടിരുന്നത് ഈ 3ാമത്തെ യാർഡിലാണ്. അൽബേനിയയിലെ ഈ മനോഹരമായ സ്കോദ്ര കാസലിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ അടുത്ത സ്ഥലം കാണാൻ വേണ്ടി പോവുകയാണ്. ഇത് സ്കോഡർ ലേക്കാണ്. ബുണ ലേക്ക് എന്ന് പറയും. സ്കോഡർ സിറ്റിയിലുള്ളതാണ്. ഇതിൻ്റെ ഒരു സൈഡ് അൽബേനിയ, മറ്റേ സൈഡ് മോണ്ടിനീഗ്രോയാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം പോയി മോണ്ടിനീഗ്രോ ഈ തടാകത്തിൻ്റെ അപ്പുറ സൈഡിലുണ്ട്. ഇതിൻ്റെ ഈ സൈഡ് പോലും നമുക്ക് കോടയായിട്ട് ക്ലിയർ ആവുന്നില്ല. ലേക്ക് ഓഫ് സ്കോദ്ര ബാൽക്കൺ കൺട്രീസിലെ ഏറ്റവും വലിയ ലേക്കാണ് കേട്ടോ. യൂറോപ്പിലല്ല, ബാൽക്കൺ കൺട്രീസിലെ. കോട കൊണ്ട് വീഡിയോ ഒരു ക്ലാരിറ്റി ഇല്ലെങ്കിലും പിന്നെ ഈ ബിൽഡിങ്ങിൻ്റെ മേലിലും തടാകത്തിൻ്റെ മേലെയും ആ പാലത്തിൻ്റെ ഒക്കെ അവിടെ ചെറുതായിട്ട് കോട വന്നിരിക്കുന്നതുകൊണ്ട് നേരിട്ടുള്ള വ്യൂ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ആ ചേട്ടൻ ഇപ്പോൾ ഈ ലേക്കിൽ നിന്ന് പിടിച്ച് കയറ്റിയ മീനാണ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ തന്നെ പിടിക്കുന്നു, അവിടെ തന്നെ ക്ലീൻ ചെയ്യുന്നു, അവിടെ തന്നെ വിൽക്കുന്നു. ഞങ്ങൾ ആ മീൻ കാണാൻ വേണ്ടി പുള്ളിയുടെ അടുത്തേക്ക് വന്നാണ്. നല്ല വലിപ്പമുള്ള മീനാണ് കേട്ടോ. 10 കിലോ ആണിരിക്കും അല്ലേ? ആ ചേട്ടൻ 4 വലിയ മീൻ പുള്ളി പിടിച്ച. അയ്യോ, ഇത്രയും വലിയ മീനുണ്ട്. ഇവിടെ ഫിഷിംഗ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ ഇത്രയും വലിയ മീനുണ്ടെന്ന് വിചാരിച്ചില്ല. പുള്ളി അത് പിടിക്കുന്നു, തൂക്കുന്നു, വിൽക്കുന്നു. എല്ലാം ഇവിടെ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഒരു ഭംഗിയുള്ളൊരു ഏരിയ ആണത്. ഇവിടെ കുറേ റിസോർട്ടുകളും ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സൊക്കെ ഉണ്ട്. അപ്പോൾ സമ്മറിൽ ഇത് നല്ല പൊളി വൈബായിരിക്കും. ഇവിടെ നല്ല തിരക്കായിരിക്കും. ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും സജീവമായിരിക്കും. അപ്പോൾ സമ്മറിന് എന്താ പറയുക, എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമായിരിക്കും. സ്കോഡറിലേക്ക് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വന്നിരിക്കുന്നതാണ് കുയ സിറ്റിയിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതൊരു മലയുടെ മേളിലുള്ള സിറ്റിയാണ്, നല്ല ഹൈറ്റിലുള്ള സിറ്റി. ഇപ്പം നമ്മൾ സിറ്റിയിലാണ് നിൽക്കുന്നത്. അവിടുന്ന് താഴത്തേക്കുള്ള വ്യൂ ആണ് കാണുന്നത്. ദൂരെ ഒരു കാസലുണ്ട്.
അങ്ങ് പൊക്കത്തായിട്ട് കാണുന്നത് ഒരു ക്യാസിലാണ്. ഇപ്പുറത്തേക്ക് ഇവിടുത്തെ ഒരു ലോക്കൽ മാർക്കറ്റ് ഉണ്ട്. നമ്മൾ അതിൻ്റെ അകത്തേക്ക് പോവുകയാണ്. അവിടുത്തെ കാഴ്ചകളൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഇദ്ദേഹത്തിൻ്റെ പേരുണ്ടോ, സ്കന്ദർ ബ്രൂ. ഇദ്ദേഹമാണ് ഈ പറഞ്ഞ അൽബേനിയയുടെ ഒരു പിതാവ് എന്നൊക്കെ പറയുന്നത്. ഇയാളാണ് ഇത് ബിൽഡ് ചെയ്തൊക്കെ. നമ്മുടെ ഈ ടൗൺ സെൻറ്ററിലും മറ്റൊക്കെ ഇദ്ദേഹത്തിൻ്റെ കുറേ സ്റ്റാച്യൂസ് കാണാൻ പറ്റും. സാധാരണ നമ്മൾ എല്ലാ ടൂറിസ്റ്റ് അട്രാക്ഷൻസിലും ചെല്ലുന്ന പോലത്തെ ഷോപ്പുകൾ, ഡ്രസ്സിൻ്റെ, സൂവിനിയറിൻ്റെ, ഗിഫ്റ്റുകളുടെ, ബാഗുകളുടെ ഒക്കെ. പക്ഷെ നല്ല ഭംഗിയായിട്ട് ഇത് കാണാനായിട്ട്. ഇതിൻ്റെ താഴെ വഴിയോരം മൊത്തം കല്ലുകൾ നിറച്ച് നിൽക്കുന്നു. അതിലൂടെ വെള്ളമൊക്കെ ഒഴുകി പോകേണ്ടിയിട്ടൊരു സ്പേസ്. കടകളൊക്കെ കാണാൻ ഇത്തരത്തിലുള്ള മനോഹരമായ സാധനങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ടാണ്. കടകളൊക്കെ കാണാൻ ഭയങ്കര ഭംഗി. പിന്നെ അധികം ടൂറിസ്റ്റുകളൊന്നും വരാത്തതുകൊണ്ട് ഇവരെല്ലാവരും നമ്മളെ വിളിച്ച് ജസ്റ്റ് കയറി കണ്ടോളാൻ പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് ഇതിലൂടെ നടക്കാനും ഈ കാഴ്ചകളൊക്കെ കാണാനും. ഇത് ആ മാർക്കറ്റിൻ്റെ വേറൊരു വഴിയാണ്. സെയിം തന്നെ, അങ്ങനെ തന്നെ കടകളൊക്കെ തന്നെ. പക്ഷെ ഇതിങ്ങനെ കാണ്ടായിട്ട് കിടക്കുകയാണ്. നമ്മൾ ആ മാർക്കറ്റിൻ്റെ ഒരു സൈഡിൽ നിന്ന് നടന്ന് ഒരു ജംഗ്ഷൻ പോലെ സ്ഥലത്തെത്തി. അവിടുന്ന് ആ മാർക്കറ്റ് വേറെ ഒരു ദിശയിലേക്ക് കണ്ടിന്യൂ ചെയ്യാണ്. നമ്മൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 2-3 സൂവനീറും കുറച്ച് ഓർണമെൻറ്റ്സും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടുന്ന് മേടിച്ചു. നമ്മൾ ആ മാർക്കറ്റിൻ്റെ മറ്റൊരു സൈഡിലേക്ക് എത്തി. റെസ്റ്റോറൻറ്റിൽ ലഞ്ച് കഴിക്കാൻ വേണ്ടി കയറിയപ്പം ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ടൗണിലേക്കുള്ളൊരു വ്യൂ ആണിത്. ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി കൊറിയ കാസിൽ കാണാൻ പോവുകയാണ്. ഇതാണ് കൊറിയ കാസിലേക്കുള്ള വഴി. ഇതാണ് കാസിലിൻ്റെ എൻട്രൻസ്. നമ്മൾ ഈ എൻട്രൻസ് വഴി കാസിലിനകത്തേക്ക് പ്രവേശിച്ചു. ഇത് കാസിലിൻ്റെ മറ്റൊരു വ്യൂ ആണ്. ഓക്കെ, ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടീസാണ്. ഇത് കാസിലിനോട് ചേർന്നിട്ടുള്ള പ്രൈവറ്റ് പ്രോപ്പർട്ടീസാണ്. സ്കന്ദർബെഗിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടോമാൻ എംപയറിനെയൊക്കെ ചേർത്ത് നിന്ന ഇവരുടെ നാഷണൽ ഹീറോയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വസതിയായിരുന്നു, അദ്ദേഹം താമസിച്ചിരുന്ന വീടാണ് ഈ കാസിൽ. ഇതാണ് അദ്ദേഹം താമസിച്ചിരുന്ന വീട്. ഇതാണ് എൻ്റെ ശരിക്കുള്ള ഫ്രണ്ട് വ്യൂ. 90 വർഷം പഴക്കമുള്ള ഒരു ഒലിവിൻ്റെ ചെടിയാണ് നിൽക്കുന്നത്. ഒലിവ് വൃക്ഷമാണ് ആ കാണുന്നത്. പണ്ട് അൽബേനിയയുടെ നാഷണൽ ഹീറോ താമസിച്ചുകൊണ്ടിരുന്ന ഈ വീട് ഇപ്പോൾ ഒരു പ്രൈവറ്റ് റിസോർട്ടാണ്, ഹോട്ടലാണ്. നമ്മുടെ പുറയിൽ ക്രുയ നഗരം, ഇത് ക്രുയ കാസിൽ. ഈ കാസിലിനോടും ഈ നഗരത്തിനോടും അൽബേനിയ രാജ്യത്തോടും യാത്ര പറയുകയാണ് നമ്മളിവിടെ 3 ദിവസം ഉണ്ടായിരുന്നു. അൽബേനിയയും മോണ്ടിനീഗ്രോ ആയിട്ട് 4 പകലും 3 നൈറ്റും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വെക്കേഷനും ടൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ്. ഇനി നമ്മൾ നേരെ തിരാനയിലുള്ള എയർപോർട്ടിലേക്ക് പോവുകയാണ്. 2.5 മണിക്കൂർ യാത്രയുണ്ട് ഇനി ഇവിടുന്ന് ഒരു 20 മിനിറ്റ് യാത്രയുണ്ട്. അവിടുന്ന് നേരെ ഫ്ലൈറ്റ് എടുത്ത് UK തിരിച്ചു പോവുകയാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകളെല്ലാം അൽബേനിയ, മോണ്ടിനീഗ്രോ വീഡിയോസായിരുന്നു. ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോസുകൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ നമ്മുടെ ചാനലിലെല്ലാം കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻ്റൊക്കെ പറഞ്ഞ് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. Thank you.